വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മുടെ ഇംഗ്ലീഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് തേർഡ് യൂണിറ്റിലെ ഒരു ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ചലഞ്ചസ് ഓഫ് ലൈഫ്. അതാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. അപ്പൊ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് എ 3-wheeled revolution. അതാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പം അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഓൺട്രപ്രണറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സംരംഭകൻ. അതായത് പുതിയതായ ഒരു കാര്യം തുടങ്ങി, അയാൾ തന്നെ തുടങ്ങി അത് വലിയ സക്സസ് ഒക്കെ ആയ ഒരാളുടെ കഥയാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ഇർഫാൻ ആലം. അദ്ദേഹമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ ഡ്രീംസ് ഉണ്ടാവും അല്ലെ? ഇപ്പൊ നിങ്ങളുടെ ടീനേജേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കുറെ ഡ്രീംസ് ഉണ്ടാവും. വലുതാകുമ്പോൾ ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം, ചിലപ്പോൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ചിന്തിക്കുന്ന പോലെ അല്ലാതെ മാറി ചിന്തിക്കുന്ന ചിലരുണ്ട്. അതായത് സാധാരണ എല്ലാവരും പോകുന്ന വഴിയിലല്ലാണ്ട് ഒരു പുതിയ എന്തെങ്കിലും കാര്യം ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് വെച്ചിട്ട് അതിൽ വിജയം കാണുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഒരു ഡിഫറെന്റ് രീതിയിൽ ചിന്തിച്ച് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം ചെയ്ത ഒരാളാണ് ഈ ഇർഫാൻ ആലം. അദ്ദേഹത്തിന്റെ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം അത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതായത് അദ്ദേഹത്തോട് ഇന്റർവ്യൂവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതിന് അദ്ദേഹം മറുപടി കൊടുക്കുന്നു. അപ്പൊ ഈ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തേക്കുന്നത് ക്വസ്റ്റ്യൻസും താഴെ കൊടുത്തേക്കുന്നത് അതിന്റെ ആൻസേഴ്സും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. Congratulations on your achievement. When and how did you conceive this idea? അപ്പൊ അദ്ദേഹത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആദ്യം കൺഗ്രാറ്റ്സ് പറയാണ് അദ്ദേഹം ഈ അച്ചീവ്മെന്റ് കിട്ടിയെന്നുള്ള. എന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഐഡിയ കിട്ടിയത്, അതുപോലെ തന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. അപ്പൊ അതിന്റെ ആൻസർ അദ്ദേഹം പറഞ്ഞേക്കുന്നത്, I was 17 years old at that time. I was traveling in a rickshaw and in the middle of the journey, I was very thirsty. I asked the rickshaw puller if he had any water. He said that he did not carry water bottles because he did not have money to buy and stack them. അപ്പം അദ്ദേഹത്തിന് എത്ര വയസ്സുള്ളപ്പോഴാണ് ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞാൽ 17 years old, 17 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഐഡിയ ആദ്യമായിട്ട് കിട്ടുന്നത്. എന്താണ് ഐഡിയ? അതാണ് പറയുന്നത്. അദ്ദേഹം ഒരു റിക്ഷയിൽ ട്രാവൽ ചെയ്യായിരുന്നു. എന്ന് വെച്ചാല് നമ്മുടെ ഇന്നത്തെ പോലത്തെ ഓട്ടോയോ അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ കൈകൊണ്ട് ആൾക്കാർ വലിച്ചോണ്ട് പോകുന്ന ടൈപ്പ് റിക്ഷോസ് ഉണ്ട്. നിങ്ങൾ ഈ ഹിന്ദി ഫിലിംസിലൊക്കെ അത് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ പഴയ ഹിന്ദി ഫിലിംസിലൊക്കെ. അപ്പം അങ്ങനെ ഉള്ള റിക്ഷയിൽ അദ്ദേഹം യാത്ര ചെയ്യായിരുന്നു. അപ്പൊ ഭയങ്കര ചൂടാണ്, അദ്ദേഹത്തിന് ദാഹിച്ചു. അപ്പം ഈ വണ്ടി വലിക്കുന്ന ആളോട് ചോദിച്ചു, വെള്ളം ഉണ്ടോ, നിങ്ങളുടെ കയ്യിൽ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം വണ്ടി വലിക്കുന്ന ആൾ എന്ത് പറഞ്ഞു, വെള്ളം ഒന്നുമില്ല, കാരണം അതൊന്നും വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാനുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് അയാൾ പറഞ്ഞു. It set me thinking and I immediately realized that there was a market for selling water bottles in rickshaws. The very next day, I talked to 5 rickshaw pullers and gave them each 8 bottles of water. I told them that for every bottle they sold, we would make a profit of 2 rupees, which we could split in half. അപ്പം എന്താ, അങ്ങനെ അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നി. എന്താ, ഈ റിക്ഷോയില് വെള്ളം വിൽക്കുന്നതിന് ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് തോന്നി. കാരണം നട്ടുച്ചയ്ക്കാണ്, നടക്കാൻ ബുദ്ധിമുട്ടാണ് വെയിലത്ത്, അതുകൊണ്ടാണ് ആൾക്കാർ ഈ റിക്ഷോസ് ഒക്കെ വിളിക്കുന്നത്. അപ്പം അവർക്ക് എന്തായാലും ദാഹിക്കും. അപ്പൊ ഇവരുടെ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ അവിടുന്ന് റിക്ഷ നിർത്തി പുറത്തിറങ്ങിപ്പോയി വാങ്ങിച്ചാലല്ലേ പിന്നെ അവർക്ക് വെള്ളം കിട്ടുള്ളൂ. പക്ഷെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് വെള്ളം കിട്ടുമെങ്കിലോ, അത് നല്ല കാര്യമാണ്, പറയുന്ന വിലയ്ക്ക് ആൾക്കാർ വാങ്ങിക്കുകയും ചെയ്യും. അപ്പൊ അതിനൊരു മാർക്കറ്റ് ഉണ്ടെന്ന് ഇദ്ദേഹത്തിന് തോന്നി. ആർക്ക്? ഇർഫാൻ ആലത്തിന് തോന്നി. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, 5 റിക്ഷ പുള്ളേഴ്സിന്റെ അടുത്ത് അദ്ദേഹം ചെന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, അവർക്ക് വെള്ളം കൊടുത്തു. 8 bottles of water കൊടുത്തു, 8 കുപ്പി വെള്ളം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഓരോ ബോട്ടിൽ വിൽക്കുമ്പോഴും അവർക്ക് 2 രൂപ ലാഭം കിട്ടും. ഒരു ബോട്ടിലിൽ നിന്ന് 2 രൂപ ലാഭം കിട്ടും. അങ്ങനെയാണ് അവർ അതിന്റെ പൈസ സെറ്റ് ചെയ്തിരുന്നത്. അവർ വാങ്ങിച്ചതിനേക്കാളും 2 രൂപ കൂട്ടി. അപ്പൊ 2 രൂപ ലാഭം നമുക്ക് കിട്ടും. ആ ലാഭം നമ്മൾ എന്ത് ചെയ്യും, പകുതിയാക്കി എടുക്കും. അതായത് 1 രൂപ ഇർഫാൻ ആലത്തിനും 1 രൂപ ഈ റിക്ഷ പുള്ളറിനും അങ്ങനെ എടുക്കാവുന്ന രീതിയിൽ 5 പേരോട് ചെന്നിട്ട് പറഞ്ഞു. The very first day I made a profit of 8 rupees.
ആദ്യത്തെ ദിവസം തന്നെ എന്ത് ചെയ്തു, 8 രൂപ ലാഭം കിട്ടി. കാരണം ഈ 5 പേർക്ക് 8 കുപ്പി വെള്ളം വെച്ചേ കൊടുത്തുള്ളൂ, അതായത് 40 കുപ്പി വെള്ളം. അതിൽ നിന്ന് എത്ര, 8 രൂപ ലാഭം കിട്ടി. അതങ്ങനെയാണ് ഇത് തുടങ്ങിയത്, അങ്ങനെയാണ് എനിക്ക് ഈ ചിന്ത കിട്ടിയെന്ന് അദ്ദേഹം ആൻസർ പറഞ്ഞ് നിർത്തി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു, യു വർ വെരി യങ് വെൻ യു കെയിം അപ്പ് വിത്ത് ആൻഡ് എക്സിക്യൂട്ടഡ് ദിസ് ഐഡിയ. അപ്പൊ നിങ്ങൾ ഈ ഐഡിയ വന്നപ്പോൾ നിങ്ങൾ ഭയങ്കര യങ് ആയിരുന്നു, നിങ്ങൾക്ക് 17 വയസ്സല്ലേ ഉള്ളായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അതേപോലെ യെസ്, ഐ ഗസ് entrepreneurship is in my blood. I had an interest in business from a very early age. During the stock market scam in 1992, my father and many of his friends lost a lot of money. That is when I started taking interest in the stock market and began researching on various companies. അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് വളരെ പ്രായം കുറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബിസിനസ് മൈൻഡ് ഉണ്ടായിരുന്നു, ബിസിനസ് ചെയ്യണം എന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഓൺടർപ്രണർഷിപ്പ് എന്റെ ബ്ലഡിൽ തന്നെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം 1992 ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം ഉണ്ടായി. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ അച്ഛനും ഫാദറിനും കുറെ ആളുകൾക്കും ഒത്തിരി പൈസ നഷ്ടപ്പെട്ടു. അപ്പൊ ആ സമയത്ത് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ചിന്തിക്കാനും അതിനുവേണ്ടി റിസർച്ച് ചെയ്യാനും എന്നുവെച്ചാൽ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ തുടങ്ങി. Interestingly, using my advice, all of my father's friends recovered their losses and most of them started making profits. This enabled me to start my first portfolio management firm at the age of 13. അപ്പൊ എന്താ പറഞ്ഞത്, ഇവർക്ക് പൈസ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഫാദറിനും കുറെ ഫ്രണ്ട്സിനും ഒക്കെ പൈസ നഷ്ടപ്പെട്ടു. ഇദ്ദേഹം എന്ത് ചെയ്തു, കുറെ സ്ഥലത്തും കമ്പനീസിലൊക്കെ പോയിട്ട് ഇതിനെപ്പറ്റി, ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയൊക്കെ അന്വേഷിച്ചു. എന്നിട്ട് ഇവർക്ക് കുറച്ച് അഡ്വൈസ് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ അഡ്വൈസ് കേട്ട് അങ്ങനെ ചെയ്തവർക്കെല്ലാം ഒത്തിരി പ്രോഫിറ്റ് കിട്ടി. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാളൊക്കെ കൂടുതൽ പൈസ തിരിച്ചു കിട്ടി. അപ്പോ എന്ത് ചെയ്തു, 13 വയസ്സിൽ ആദ്യത്തെ മാനേജ്മെന്റ് ഫേം തുടങ്ങി. When my parents found out that I was doubling in the rickshaw sector as well, they pulled me aside and asked me to stop doing it and concentrate on my studies. So I shelved it, but my interest never waned. I kept reading and researching on the sector all through my college days in Pondicherry, where I pursued my masters in foreign trade degree. അപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായി അടുത്തത് ഇനി റിക്ഷ പുള്ളേഴ്സിന് ഇങ്ങനെ വെള്ളം കൊടുക്കുന്ന പരിപാടി അതിലും സീരിയസ് ആയിട്ട് എടുത്ത് അതിങ്ങനെ ചെയ്യുവാന്ന് കണ്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നിർത്തിക്കോ, നിന്റെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. കാരണം 17 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ആണല്ലോ ഇമ്പോർട്ടന്റ് കാര്യം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നീ പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പരിപാടി നിർത്തിയെങ്കിലും ഇദ്ദേഹം അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടും വായിച്ചുകൊണ്ടും റിസർച്ച് ചെയ്തുകൊണ്ടും ഒക്കെ ഇരുന്നു. പോണ്ടിച്ചേരിയിലാണ് പഠിച്ചത്, കോളേജിൽ പോണ്ടിച്ചേരി പഠിച്ചപ്പോൾ ആ സമയത്ത് മൊത്തം ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എന്തിലാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തത്, മാസ്റ്റേഴ്സ് ഓഫ് ഫോറിൻ ട്രേഡ് ഡിഗ്രി ആണ് അദ്ദേഹം എടുത്തത് പോണ്ടിച്ചേരിന്ന്. ആ സമയത്തെല്ലാം ഇതിനെപ്പറ്റി, ഈ റിക്ഷ പിള്ളേഴ്സിന് ഇങ്ങനെ വെള്ളം കൊടുത്തിട്ട് അത് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി തന്നെ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, what was the spark that revived this idea? In 2006, an Indian TV show called Business Bazaar launched an entrepreneur hunt and solicited ideas for new businesses. I entered this contest with a business proposal. My idea was to organize the rickshaw sector and made it a profitable venture. According to my proposal, rickshaws were to be redesigned so that the spaces and the vehicles could be sold for the purpose of advertising and brand promotion. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്, ഈ ഐഡിയ പിന്നെയും തുടങ്ങാനായിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു എന്ന്. അപ്പൊ 2006 ഒരു ഇന്ത്യൻ TV ഒരു ബിസിനസ് ബസിഗർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺടർപ്രണർ ഹണ്ട് നടത്തി. അതായത് ഓൺടർപ്രണേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓൺടർപ്രണർ ഹണ്ട് നടത്തി. അപ്പം ഇദ്ദേഹം ആ കണ്ടസ്റ്റിൽ പങ്കെടുത്തു. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ബിസിനസ് പ്രപ്പോസൽ എന്താണെന്ന് അറിയാവോ, ഈ റിക്ഷോ സെക്ടർ പുതിയൊരു രീതിയിലേക്ക് മാറ്റണം, അതിനൊരു പ്രോഫിറ്റബിൾ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ റിക്ഷോസ് റീഡിസൈൻ ചെയ്യണം. എങ്ങനെയാന്ന് വെച്ചാല്, ഈ റിക്ഷോസിന്റെ അകത്ത് കുറെ സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ ആ കുറെ സ്ഥലം എന്ന് പറഞ്ഞാല് ആൾക്കാർ ഇരിക്കുന്നതിന്റെ സൈഡിലൊക്കെ ഉള്ള സ്ഥലം, ആ സ്ഥലം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അഡ്വർടൈസിങ്ങിനും ബ്രാൻഡ് പ്രൊമോഷനും വേണ്ടിയിട്ട് അത് സജ്ജമാക്കണം. അതായത് പരസ്യങ്ങൾ അവിടെ പതിപ്പിക്കണം ഈ റിക്ഷോസിന്റെ അകത്ത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പൈസ വാങ്ങിക്കുകയും ചെയ്യാം. അതിനകത്ത് കയറുന്നവര് ആ പരസ്യം കാണുകയാണല്ലോ. അപ്പൊ അതിനകത്ത് ഒരു ദിവസം എത്ര പേര് യാത്ര ചെയ്യുന്നതാ, അങ്ങനെ ഒരു ഐഡിയ ആണ് ഇദ്ദേഹം കൊണ്ടുവന്നത്.
Also, I indicated that additional revenues could be made by selling products like water, juice, biscuits, mobile cards, and newspaper to the passengers. അപ്പൊ അതിന്റെ കൂടെ തന്നെ, അതായത് ഈ പരസ്യം കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ പിന്നെയും പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് വെള്ളവും ജ്യൂസും ബിസ്ക്കറ്റ് മൊബൈൽ കാർഡ്സും ന്യൂസ് പേപ്പേഴ്സും ഒക്കെ ഈ പാസഞ്ചേഴ്സിന് വിൽക്കുന്നത് വഴി പിന്നെയും പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞു. I won the show and was offered the seed money of rupees 150 lakhs. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ആ ഒരു കോണ്ടസ്റ്റ് ബിസിനസ് ബാസിഗർ എന്ന് പറഞ്ഞ TV ഷോ അദ്ദേഹം വിൻ ചെയ്തു. എന്നിട്ട് ഇവർ എത്ര പൈസ കൊടുത്തു എന്നറിയാം, 150 ലക്ഷം രൂപ കൊടുത്തു ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട്, പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനല്ലേ. അപ്പൊ അത്രയും പൈസ കൊടുത്തു അവര്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേ, വാസ് സമ്മാൻ സ്റ്റാർട്ടഡ് വിത്ത് ദി സീഡ് മണി. ഈ സമ്മാൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഓർഗനൈസേഷന്റെ പേരാണ്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തത് ഈ സീഡ് മണി വെച്ചിട്ടാണോ, ഈ 150 ലക്ഷം രൂപ വെച്ചിട്ടാണോ തുടങ്ങിയത്? No, I very soon realized that the barrier to this business was very low. The only way to sustain this business was to earn the loyalty of the rickshaw pullers. I wanted to provide insurance, ID cards, and uniforms to the rickshaw pullers. I wanted to run this as a not-for-profit organization. To be honest with you, I was not thinking about social entrepreneurship at that point. I just thought that it would be the best way to sustain the business and the easiest way to get banks to give out loans. Since the organizers of the TV show did not agree to this model, I ended up refusing the seed capital. അപ്പൊ ഈ പൈസ വെച്ചിട്ടാണോ തുടങ്ങിയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അല്ല. ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായി ഇങ്ങനൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി ബാരിയർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പം പിടിച്ചു നിൽക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാല് ഈ റിക്ഷ പുള്ളേഴ്സിന്റെ ഒരു ഇതൊക്കെ പിടിച്ചു പറ്റുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് എന്താ ഇൻഷുറൻസും ID കാർഡ്സും യൂണിഫോംസും ഒക്കെ കൊടുക്കണം എന്ന് ഇദ്ദേഹത്തിന് തോന്നി. അപ്പം അങ്ങനെ ഇതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതായത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ അവരെ സഹായിക്കുക അല്ലെങ്കിൽ അവർക്കൊരു നല്ല ഇത് വരുത്തുക എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ട് തുടങ്ങണം എന്നായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം. അപ്പൊ ആ ഒരു പോയിന്റിൽ അദ്ദേഹം സോഷ്യൽ ഓൺടർപ്രണർഷിപ്പിനെ പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കണം ഇതുകൊണ്ട് എന്ന് ചിന്തിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഈ ഒരു രീതി ഓക്കെ. അപ്പൊ അങ്ങനെ പൈസ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കാത്തതുകൊണ്ട് തന്നെ ബാങ്ക്സ് ഒക്കെ ലോൺ കൊടുക്കുമായിരിക്കും. അതായത് ഈ റിക്ഷ പുള്ളേഴ്സിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇദ്ദേഹത്തിന് വിശ്വാസമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ബാങ്ക്സ് ലോൺ കൊടുക്കുന്നത് അദ്ദേഹം വിചാരിച്ചു. പക്ഷെ ഈ ഐഡിയ ഈ TV ഷോയുടെ ഓർഗനൈസേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. അതായത് റിക്ഷ പുള്ളേഴ്സിന് ഡ്രസ്സസ്, അതായത് യൂണിഫോംസ് വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് ID കാർഡ്സ് കൊടുക്കുക, അവർക്ക് ഇൻഷുറൻസ് കൊടുക്കുക, അതൊന്നും ഈ TV ഷോയുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, എനിക്ക് ആ 150 ലക്ഷം രൂപ വേണ്ടാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വന്തമായിട്ടൊരു ഓർഗനൈസേഷൻ തുടങ്ങി. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു, വെൻ ഡിഡ് ദിസ് ടേൺ ഇൻ ടു എ ട്രൂ സോഷ്യൽ വെഞ്ചർ. എപ്പോഴാണ് ഇതൊരു അദ്ദേഹത്തിന് പൈസയൊക്കെ കിട്ടി തുടങ്ങിയ ഒരു സോഷ്യൽ വെഞ്ചർ ആയിട്ട് മാറിയത്? As I understood more about the lives of the rickshaw pullers and their plight, it turned into a social cause. എപ്പോഴാണ് ഞാൻ റിക്ഷ പുള്ളേഴ്സിനെ പറ്റിയും അവരുടെ ജീവിതത്തെ പറ്റിയും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അതൊരു സോഷ്യൽ കോസ് ആയിട്ട്, അതായത് അവർക്ക് കുറച്ചുകൂടെ പൈസ കൊടുക്കണം, അവരുടെ ജീവിത രീതി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം എന്നൊക്കെ തോന്നിയപ്പോഴാണ് ഇതൊരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു രീതിയാക്കി മാറ്റിയത്. There are about 10 million rickshaws operating in India. Most of the rickshaw pullers do not own the rickshaws, but instead rent them at the rate of 30 to 40 rupees per day. The money they make after paying this rent is barely sufficient to sustain their families. They continue to remain at the bottom of the pyramid. I thought if I could create an organization that could empower the rickshaw pullers and find a way to increase the overall revenue, it would be a win-win situation for both. I firmly believe in C.K. Prahlad's idea that business can be successful by targeting the bottom of the pyramid. Someone was finally founded in 2007 with seed money from family and friends. അപ്പം എന്താണ് അവരുടെ ജീവിത രീതി മനസ്സിലാക്കി. അപ്പം അത് കഴിഞ്ഞപ്പോൾ 10 മില്യൺ റിക്ഷാസ് ഉണ്ട് ഇന്ത്യയിൽ. അതില് മിക്ക ആൾക്കാർക്കും സ്വന്തമായിട്ട് അവർക്ക് വണ്ടിയില്ല, റിക്ഷാസ് ഇല്ല. അവര് 30 മുതൽ 40 രൂപയ്ക്ക് വരെയാണ് റെന്റിന്, ഒരു ദിവസം റെന്റിന് അവര് റിക്ഷാസ് എടുക്കുകയാണ്. അപ്പൊ ഇവര് എന്നിട്ട് ഒരു ദിവസം ഓടി ഇവർക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ഈ ഒരു ദിവസം 30-40 രൂപ റെന്റ് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് പിന്നെ ജീവിക്കാനുള്ള ഇല്ല ശരിക്കും പറഞ്ഞാല്. അപ്പം അവര് ഏറ്റവും താഴെ തട്ടിൽ ജീവിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു ഈ
ഓർഗനൈസേഷൻ തുടങ്ങുന്നത് വഴി ഇവരെ എംപവർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈ റിക്ഷ പുള്ളേഴ്സിനെ എംപവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ ഒരു ഓവറോൾ റവന്യൂ, അതായത് അവർക്ക് കിട്ടുന്ന പൈസ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് ആയിരിക്കും. അതായത് റിക്ഷ പുള്ളേഴ്സിനും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും, കിട്ടും, ഇദ്ദേഹത്തിനും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം CK പ്രഹ്ലാദ് ഐഡിയയിൽ ഇദ്ദേഹം വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്താ, ബിസിനസ് ക്യാൻ ബി സക്സസ്ഫുൾ ബൈ ടാർഗറ്റിംഗ് ദ ബോട്ടം ഓഫ് ദ പിരമിഡ്. അതായത് ഏറ്റവും താഴെ തട്ടിൽ ജീവിക്കുന്നവരെ ടാർഗറ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയിരിക്കും എന്നാണ് CK പ്രഹ്ലാദ് പറഞ്ഞത്. ആ ഐഡിയ ആണ് ഇദ്ദേഹം വിശ്വസിച്ചത്. അപ്പൊ അങ്ങനെയാണ് ഇവര് സമ്മാൻ ഫൈനലി 2007 അവര് തുടങ്ങി. അപ്പൊ അതിനുള്ള പൈസ എവിടുന്നാ കിട്ടിയത്? ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നുമാണ്. അപ്പൊ ഇനി ബാക്കി കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.